വാർത്തകൾ വിശദമായി. ഉറി ആക്രമണത്തിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് ബിജെപി സമ്മേളന വേദിയിൽ. പാകിസ്ഥാൻ ഭീകരതയെ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ഉറി ആക്രമണത്തിന് മാപ്പില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും മോദി കൂട്ടിച്ചേർത്തു. ഭീകരതയെ തുടച്ചു നീക്കാൻ പാക് ജനതയും മുന്നോട്ട് വരണമെന്ന് മോദി ആവശ്യപ്പെട്ടു. രാജ്യം ഉറ്റുനോക്കിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു. തീവ്രവാദം കയറ്റി അയക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. 21ാം നൂറ്റാണ്ട് ഏഷ്യയുടേതാക്കാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ഉറി ഭീകരാക്രമണം ഇന്ത്യ ഒരിക്കലും മറക്കില്ല. രാജ്യം ശക്തമായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്നും മോദി പറഞ്ഞു. जम्मू कश्मीर में उरी में हमारे पड़ोसी देश ने जो एक्सपोर्ट किए हुए टेररिस्टों ने हमारे 18 जवानों को बलिदान होना पड़ा। आतंकवादी कान खोल के सुन ले, यह देश इस बात को कभी भूलने वाला नहीं है. തീവ്രവാദികളുടെ പ്രസംഗം വായിക്കുന്ന പാക് ഭരണാധികാരികളോട് സംസാരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ മോദി പാക് ജനതയോടാണ് സംവദിച്ചത്. കശ്മീരിന്റെ പേരിൽ പാക് സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. 1000 വർഷം യുദ്ധം നടത്താൻ തയ്യാറാണെന്ന പാക് സർക്കാരിന്റെ വെല്ലുവിളി ഇന്ത്യ ഏറ്റെടുക്കുന്നു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ശിശുമരണവും ഒക്കെ ഇല്ലാതാക്കാനുള്ള യുദ്ധത്തിന് തയ്യാറുണ്ടോ എന്ന് പാകിസ്ഥാനോട് പ്രധാനമന്ത്രി ചോദിച്ചു. आपको गुमराह करने के लिए आपके हुक्मरान 1000 साल तक हिंदुस्तान से लड़ने की बातें करते हैं. आज दिल्ली में ऐसी सरकार बैठी है, मैं आपकी इस चुनौती को स्वीकार करने के लिए तैयार हूं. हम गरीबी को खत्म करने का काम करें, आप अपने देश में गरीबी को खत्म करने का काम करें. हम दोनों लड़ाई लड़े, देखते हैं सबसे पहले अपने देश की गरीबी कौन खत्म करता है. आओ, पाकिस्तान की आवाम इसको पसंद करेगी. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. PV കുട്ടൻ, കോഴിക്കോട്. ഇന്ത്യക്ക് നേരെ ആക്രമണത്തിന് പാക് സൈന്യം അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ സേനാ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. കരസേനാ മേധാവി ദൽബീർ സിംഗ്, വ്യോമസേനാ മേധാവി അരൂപ് രാഹ, നാവികസേന ഉപമേധാവി അഡ്മിറൽ KB സിംഗ് എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഉറി ഭീകരാക്രമണത്തിന് ശേഷം ആദ്യമായി പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ നരേന്ദ്രമോദി കേരളത്തിലേക്ക് തിരിക്കുന്നതിന് മുൻപായാണ് അടിയന്തര ചർച്ച നടത്തിയത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചർച്ചയിൽ പങ്കെടുത്തു. ഉറി ഭീകരാക്രമണത്തിന് ശേഷമുള്ള അതിർത്തിയിലെ സ്ഥിതിഗതികൾ മേധാവികൾ വിശദീകരിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തുന്ന കാര്യം ചർച്ച ചെയ്തു എന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം തുടർ ചർച്ചകൾക്ക് ശേഷമേ ഉണ്ടാകൂ. ഉറി ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. കശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രത്യാക്രമണമാകാമെന്ന് നവാസ് ഷെരീഫ് പറഞ്ഞു. ഇന്ത്യ തെളിവുകളില്ലാതെയാണ് തങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്നും ഇക്കാര്യത്തിൽ നിരുത്തരവാദപരമായ സമീപനമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു. UN പൊതുസഭയിൽ പങ്കെടുത്ത ശേഷം ലണ്ടനിൽ വെച്ചാണ് നവാസ് ഷെരീഫിന്റെ പ്രതികരണം. വാർത്തകളിലേക്ക്. വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ ഭിന്നത. BJPയുമായുള്ള BDJSന്റെ ബന്ധം നഷ്ടക്കച്ചവടമാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത്. അഭിപ്രായം വെള്ളാപ്പള്ളിയുടേത് മാത്രമാണെന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല BJPയുമായി ബന്ധം തുടങ്ങിയതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ കണ്ടതിൽ അസ്വാഭാവികതയില്ലെന്ന് കുമ്മനം രാജശേഖരൻ. BDJSയുമായി സഖ്യം തുടരണമെന്നാണ് BJPയുടെ ആഗ്രഹം. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് BDJS ആണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP ദേശീയ കൌൺസിലിൽ മുതിർന്ന നേതാവ് PP മുകുന്ദന് അവഗണന. കൌൺസിലിന്റെ ഭാഗമായ ഒരു ചടങ്ങിലും സംസ്ഥാന നേതൃത്വം മുകുന്ദനെ ക്ഷണിച്ചില്ല. BJPയിലെ 3 ഗ്രൂപ്പുകളും മുകുന്ദനെ ഒഴിവാക്കാൻ ഒരുമിച്ചു. DGP ജേക്കബ് തോമസിന് പാലായിൽ വിലക്ക്. കെ മാണിക്കെതിരായ ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് പാലാ സെന്റ് തോമസ് കോളേജിലെ പരിപാടിയിൽ നിന്നും ജേക്കബ് തോമസിന് വിലക്ക് ഏർപ്പെടുത്തിയത്. 4 മാസം മുൻപ് ക്ഷണിച്ച പരിപാടിയിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി K രാജു എന്നിവർക്കെതിരെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ പ്രതിഷേധം. സ്വാശ്രയ കരാറിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിവന്ന അനിശ്ചിതകാല സമരത്തിനിടെയായിരുന്നു പ്രതിഷേധം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് K ശബരിനാഥൻ MLA പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു.
അറബിക്കടലിന്റെ റാണിയോട് എന്നേക്കുമായി വിട ചൊല്ലാനൊരുങ്ങി ഇന്ത്യൻ നാവികസേനയുടെ കരുത്തായ വിമാനവാഹിനി കപ്പൽ INS വിരാട്. ഡീകമ്മീഷനിങ്ങിന് മുൻപുള്ള അവസാനവട്ട അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ വിരാട് അടുത്ത മാസം കൊച്ചി വിടും. നെല്ലിയാമ്പതിയിലെ സർക്കാർ ഭൂമി ഒരിഞ്ച് പോലും നഷ്ടപ്പെടുത്തില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ട ഭൂമി നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു.